എൻ്റെ ഒരു ഭയങ്കര ഉത്സാഹഭരിതമായ ഒരു ദിവസത്തിലോട്ട് എല്ലാവർക്കും സുസ്വാഗതം. എനിക്ക് കുറച്ച് മോട്ടിവേഷൻ കൂടുതലുള്ള ഒരു ദിവസമായതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും കുറച്ച് മോട്ടിവേഷൻ കുറഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു മോട്ടിവേഷൻ ആയിക്കോട്ടെ. ഇനി ഞാൻ മോട്ടിവേഷൻ തരാൻ വന്നിട്ട് ഇന്നത്തെ എൻ്റെ കലാപരിപാടികളെല്ലാം കണ്ട് നിങ്ങൾ ഒരിക്കലും ഡീമോട്ടിവേറ്റഡ് ആയി പോകല്ലോ കേട്ടോ. ഞാനിപ്പോൾ ഇങ്ങനെ പറയാൻ കാര്യം എന്താന്ന് വെച്ചാൽ ഇന്നത്തെ ഒരു ലോകം എന്ന് പറയുന്നത് ഒരു സോഷ്യൽ മീഡിയ വേൾഡാണ്. അപ്പം നമ്മൾ ഫോൺ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോൺ എടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. ഫോൺ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതൊക്കെ തുറക്കുമ്പോൾ സോഷ്യൽ മീഡിയ ഒക്കെ തുറക്കുമ്പോൾ കാണുന്ന എന്താണ് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ലോകം. പെർഫെക്റ്റ് കപ്പിൾ, പെർഫെക്റ്റ് ഫാമിലി, പെർഫെക്റ്റ് ആയിട്ടിട്ടേക്കുന്ന വീടുകൾ, ഹോട്ടൽ, 5 സ്റ്റാർ ഹോട്ടലിനെ വെല്ലുന്ന രീതിയിലുള്ള മുറികൾ, അടുക്കളകൾ എല്ലാം. ഇതൊക്കെ കാണുമ്പോൾ നമ്മളിങ്ങനെ ഇങ്ങനെ ഞെട്ടിത്തരിച്ചിരിക്കും അല്ലേ? നിങ്ങളൊക്കെ ഞെട്ടിത്തരിച്ചിരിക്കുമെന്ന് എനിക്കറിയത്തില്ല. അതൊരു പ്രാസത്തിന് ഞാൻ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. എങ്കിലും നമ്മൾ അറിയാതെ തന്നെ എന്താ സംഭവിക്കുകയെന്നറിയോ? നമ്മൾ അവരുടെ ലൈഫും നമ്മുടെ ലൈഫും അവരുടെ ലൈഫ് എന്ന് വെച്ചാൽ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ആൾക്കാരുടെ ലൈഫും നമ്മുടെ ലൈഫും തമ്മിൽ നമ്മളിങ്ങനെ കമ്പയർ ചെയ്യും. കാരണം നമ്മളെല്ലാവരും മനുഷ്യരാണ്. നമ്മൾ അറിഞ്ഞുകൊണ്ട് കമ്പയർ ചെയ്തില്ലെങ്കിലും നമ്മുടെ മനസ്സ് അല്ലെങ്കിൽ നമ്മുടെ മൈൻഡ് എവിടെയോ ഒക്കെ ഇതിനെ കമ്പാരിസൺ നടത്തുന്നുണ്ട്. അയ്യോ അവരുടെ ലൈഫ് എന്ത് രസമാണ്, എന്തൊരു പെർഫെക്റ്റ് ലൈഫാണ്, അല്ലെങ്കിൽ അവർ എന്ത് രസമായിട്ട് വീടൊക്കെ ഇട്ടേക്കുന്നത്, ഇതെന്തൊരു കോലത്തിലാണ് എൻ്റെ വീട് കിടക്കുന്നത്, ഞാൻ ഇതൊന്നും ചെയ്യുന്നില്ലല്ലോ, എന്നെ കൊണ്ടൊന്നിനും പറ്റത്തില്ല, ഞാൻ അതാണ് ഇതാണെന്നുള്ള ഒരു 100 ചിന്തകൾ നമ്മുടെ മനസ്സിൽ കൂടെ ഇങ്ങനെ പൊക്കോണ്ടേയിരിക്കും. അപ്പൊ എൻ്റെ ഇന്നത്തെ ഈ അടുക്കിപ്പറക്ക് കണ്ടിട്ട് നിങ്ങൾ ആ ഒരു രീതിയിൽ ഞെട്ടണ്ട കേട്ടോ. ഞാൻ ഒരു 85% ഞാൻ ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഒത്തിരി ഇങ്ങനെ എല്ലാം ഇങ്ങനെ അലമ്പായി വലിച്ചുവാരിയൊക്കെ കിടക്കുന്ന കണ്ടാൽ എനിക്കത് പറ്റത്തില്ല. എനിക്കത് അടുക്കി ഒതുക്കിയൊക്കെ വെച്ചേ തന്നെ പറ്റത്തുള്ളൂ. പക്ഷെ ഒരു 10-15% ഞാൻ ഇടയ്ക്കിടയ്ക്ക് പാളിപ്പോവാറുണ്ട് കേട്ടോ. അതൊരു 5% കൂടെ എനിക്കൊന്ന് തിരിച്ചു പിടിച്ചാൽ കൊള്ളാവുന്നുണ്ട്. ബാക്കി ഒരു 10% അത് അതിൻ്റെ വഴിക്ക് പൊക്കോട്ടെ എന്നാണ് എൻ്റെ ഒരു വിചാരം. കാരണം ആ ഒരു 10% അങ്ങനെ അല്ലെങ്കിൽ പിന്നെ ഞാനല്ല. ഒരു ലൈഫ് നമുക്കിങ്ങനെ വരച്ച പോലെ ഒരു ബൗണ്ടറി ഇട്ടിട്ട് അങ്ങനെ ജീവിക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ ജീവിക്കുന്നവരെ ഒരിക്കലും ഞാൻ കുറ്റം പറയല്ല കേട്ടോ. അത് അവര് മാക്സിമം അത് എൻജോയ് ചെയ്ത് തന്നെയായിരിക്കും അങ്ങനെ ജീവിക്കുന്നത്. ഞാൻ പറഞ്ഞ എൻ്റെ ഈ 10% ചില ദിവസങ്ങളുണ്ടല്ലോ, ആ ദിവസങ്ങളിൽ ഞാൻ എന്നെ എത്ര പുഷ് ചെയ്താലും എന്നെ കൊണ്ട് ഒന്നിനും പറ്റാത്ത ദിവസങ്ങളാണ്. അത് ഞാൻ ഒത്തിരി മാക്സിമം അതിനുവേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ അതങ്ങ് വിട്ടുകളയും. അത് വിട്ട് കളഞ്ഞിട്ടും പിന്നെയും നമുക്കത് പറ്റാത്തപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ഒത്തിരി നമ്മൾ ഫോഴ്സ് ചെയ്യാൻ പോയാൽ നമുക്കതൊരു വല്ലാത്തൊരു മെന്റൽ സ്റ്റാറ്റസ് ആയിട്ട് എനിക്ക് തോന്നാറുണ്ട്. സോ അങ്ങനെയുള്ള ദിവസങ്ങൾ ഞാൻ അതുപോലെ തന്നെ വിട്ടുകളയുകയാണ് കേട്ടോ ചെയ്യാറ്. ഞാൻ ഈ പറയുന്നതൊക്കെ കേട്ടോ ഞാൻ എന്തോ വലിയ സംഭവമാണെന്നാണ് എൻ്റെ വിചാരം. ഞാനൊന്നുമല്ല കേട്ടോ, വെറുതെ ഞാനിങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. ഞാൻ പറയാൻ ഉദ്ദേശിച്ച വേറൊന്നുമല്ല. എല്ലാവരുടെ ലൈഫ് എപ്പോഴും പെർഫെക്റ്റ് ഒന്നും അല്ല. നിങ്ങളോടായതുകൊണ്ട് ഞാൻ തുറന്നു പറയാം. എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ പരാജയം എന്താണെന്ന് അറിയോ? ഞാൻ രാവിലെ എഴുന്നേൽക്കത്തില്ല. ഇത്രയും പ്രായമായിട്ടും എന്നെ കൊണ്ട് പറ്റാത്തൊരു കാര്യമാണ് രാവിലെ എഴുന്നേൽക്കുക എന്നുള്ളത്. ഒരു 7 മണിക്ക് മുന്നേ ആയിട്ട് എന്നെ കൊണ്ട് എഴുന്നേൽക്കാനേ പറ്റാറില്ല. അതെൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ ഒരു പരാജയമായിട്ട് ഞാൻ കാണുന്ന ഒരു കാര്യമാണ് കേട്ടോ. ഒരു സമയത്ത് ഞാൻ രാവിലെ എഴുന്നേറ്റിരുന്നു കേട്ടോ. ഞാൻ ഡാൻസ് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ആ സമയത്ത് എൻ്റെ ഡാൻസ് ക്ലാസ് ഞാൻ മനഃപൂർവ്വം രാവിലെ വെച്ചു. കാരണം ഞാൻ രാവിലെ എഴുന്നേൽക്കത്തില്ലെന്ന് എനിക്കറിയാം. അപ്പൊ ഈ ഒരു ഡാൻസ് ക്ലാസ് ഉള്ളത് കൊണ്ട് അങ്ങനെയെങ്കിലും ഞാൻ എന്നെ കുത്തി പൊക്കി എഴുന്നേൽക്കട്ടെ എന്ന് വിചാരിച്ച് ആ സമയത്ത് ഞാൻ ഡാൻസ് ക്ലാസ് രാവിലെ വെച്ചിട്ട് അങ്ങനെ രാവിലെ എഴുന്നേൽക്കുമായിരുന്നു. പക്ഷെ അത് ആ സമയത്ത് ഞാൻ ചെയ്യുമായിരുന്നു. പിന്നെ അത് നിന്നതോടെ പിന്നെ എനിക്ക് ആ ഒരു ഹാബിറ്റ് എനിക്കത് ബിൽഡ് ചെയ്യാൻ പറ്റുന്നേ ഇല്ല. എനിക്കറിയാം ഒത്തിരി സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരുടെ ലൈഫ് അവർ പറഞ്ഞു കേട്ടിട്ടും അല്ലെ ബുക്കുകളിൽ നിന്നൊക്കെ വായിച്ചു വെച്ചിട്ട് അവരെല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, നമ്മൾ ലൈഫ് ഏറ്റവും ഡിസിപ്ലിൻഡ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ട അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് രാവിലെ എഴുന്നേൽക്കുക എന്നുള്ളതാണ്. പക്ഷെ എനിക്കിപ്പോൾ എൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരു ദിവസത്തിൽ എൻ്റെ സമയം തികയുന്നില്ല എന്നുള്ളതാണ്. അപ്പം ഞാൻ ഇങ്ങനെ ആലോചിക്കും, ഞാൻ ഈ ഒരു ദിവസം സമയം തികയാത്തതുകൊണ്ട് തന്നെ എനിക്കിഷ്ടമുള്ള ചില കാര്യങ്ങളൊന്നും എനിക്കിപ്പം ചെയ്യാൻ പറ്റാറില്ല. എനിക്കിപ്പം ബുക്ക് വായിക്കുന്നതൊക്കെ വലിയ ഇഷ്ടമാണ്. ഇപ്പൊ 1-2 മാസമായിട്ട് എനിക്ക് ബുക്ക് വായിക്കാനൊന്നും സമയം കിട്ടാറേ ഇല്ല. അപ്പൊ എങ്ങനെയെങ്കിലും ഈ രാവിലെ എഴുന്നേൽക്കുക എന്നുള്ളൊരു ശീലം എൻ്റെ ലൈഫിലോട്ട് കൊണ്ടുവരിക എന്നുള്ളത് ഭയങ്കരമായിട്ട് ഞാനിങ്ങനെ മനസ്സുരുകിയൊക്കെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ. 2026 അത് ചെയ്യണമെന്നൊക്കെ വിചാരിച്ചു. ഇപ്പൊ 2026 വേണ്ട, ഇനിയിപ്പോ ജൂണും കഴിഞ്ഞ് ജൂലൈ ആകാൻ പോകുന്നു. ഞാനിങ്ങനെ 5-8 ദിവസമായിട്ട് എൻ്റെ മനസ്സിട്ട് ഇങ്ങനെ മെന്റലി ഞാനിങ്ങനെ ഭയങ്കരമായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രാവിലെ എഴുന്നേൽക്കണം എന്നൊക്കെ. അപ്പൊ നിങ്ങളൊക്കെ എങ്ങനെ രാവിലെ എഴുന്നേൽക്കുന്നവരാണോ? എനിക്കറിയാം നിങ്ങളെല്ലാവരും രാവിലെ എഴുന്നേറ്റ് നല്ല അടിപൊളിയായിട്ട് ചെയ്യുന്ന ആൾക്കാരായിരിക്കും എന്ന്. ഞാൻ അങ്ങനെയല്ല ഗൈസ്. എങ്ങനെയെങ്കിലും ആ ഒരു ശീലം എൻ്റെ ലൈഫിലോട്ട് കൊണ്ടുവരണം. രാവിലെ എഴുന്നേറ്റിട്ടുള്ള ആ ഒരു ഫ്രഷ് എയർ, പിന്നെ രാവിലത്തെ ആ ഒരു ശാന്തത എന്നൊക്കെ ഉള്ള സംഭവങ്ങൾ ഇങ്ങനെ ഒത്തിരി പേര് പറഞ്ഞും വായിച്ചൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. എങ്ങനെയെങ്കിലും എനിക്ക് ആ ശാന്തത എൻ്റെ ലൈഫിലോട്ട് എനിക്ക് കൊണ്ടുവരണം. നമ്മളിപ്പോ ഒരു ഹാബിറ്റ് ഡെവലപ്പ് ചെയ്യാനായിട്ട് മിനിമം എനിക്കൊന്ന് ഒരു 75 ദിവസം അല്ല 2 മാസം, ഒരു 60 ദിവസങ്ങളും കണ്ടിന്യൂസ് നമ്മൾ ആ കാര്യം ചെയ്താൽ അത് നമുക്ക് ഹാബിറ്റ് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്.
പക്ഷെ എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ ഡാൻസിന്റെ സമയത്ത് കുറെ നാള് ഞാൻ രാവിലെ ആയിരുന്നു എൻ്റെ ഡാൻസ് ക്ലാസ്. പക്ഷെ എങ്കിലും എൻ്റെ ഹാബിറ്റ് ഡെവലപ്പ് ആയില്ല കേട്ടോ. എന്താണ് എനിക്കത് ഇനി ഒരിക്കലും ഡെവലപ്പ് ആവത്തില്ല എന്തോ എനിക്കറിയത്തില്ല. എങ്ങനെയെങ്കിലും പക്ഷെ അത് പിടിച്ചെടുത്തേ പറ്റത്തുള്ളൂ. ഇപ്പം ഞാനിപ്പം ജിമ്മിലൊക്കെ പോകുന്ന കാര്യമാണെങ്കിലുണ്ടല്ലോ, ഞാനിപ്പം കഴിഞ്ഞ 1 വർഷമായിട്ട് ഞാൻ വലിയ മുടക്കൊന്നും കൂടാണ്ട് തന്നെ ജിമ്മിൽ പോകാറുണ്ട്. ഇപ്പോൾ 1 2 ദിവസം ഞാനെങ്ങാനും മുടങ്ങിയ 3ാമത്തെ ദിവസം ആകുമ്പം എനിക്കൊരു ഭയങ്കര വെപ്രാളമാണ്. ആ വെപ്രാളമാണ് നമ്മൾ അതിന്റെ ഹാബിറ്റ് നമുക്ക് ഡെവലപ്പ് ആയി എന്നുള്ളതിന് ഏറ്റവും വലിയൊരു അടയാളം. ഈ ഒരു വെപ്രാളം രാവിലെ എഴുന്നേൽക്കാതിരിക്കുമ്പം എനിക്ക് ആ രാവിലെ എഴുന്നേൽക്കാതിരിക്കുന്ന ഒരു സമയമുണ്ടല്ലോ, ഇപ്പം അഥവാ അലാറം വെച്ചാലും എനിക്ക് ആ വെപ്രാളം അപ്പോഴൊന്നും വരത്തില്ല. പിന്നെ ഒരു എഴുന്നേറ്റ് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴായിരിക്കും ഒരു ഭയങ്കര വിഷമം. അയ്യോ രാവിലെ എഴുന്നേറ്റില്ലല്ലോ, ഇനി ഇത് നടക്കത്തില്ലേ എന്നൊക്കെ ഉള്ളൊരു വിഷമമൊക്കെ വരുന്നത്. എനിവേ അപ്പം ദേണ്ട നമ്മൾ താഴത്തെ ഈ ഫ്ലോർ അങ്ങ് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു കാപ്പി ഗ്ലാസ് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാനിങ്ങനെ വിടാതെ കൊണ്ട് നടക്കുന്നതാണ് ഈ ഒരു കാപ്പി ഗ്ലാസ് അല്ല, കാപ്പിയുടെ ഈ ഒരു കപ്പ്. ഞാനൊരു കാപ്പി അഡിക്റ്റ് ആണ്. എനിക്കിങ്ങനെ എന്ത് ചെയ്യാനാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഒരു എനർജി ബൂസ്റ്റർ പോലെ ഇങ്ങനെ കാപ്പി കുടിച്ചുകൊണ്ടിരിക്കണം. അപ്പം നമ്മൾ താഴത്തെ ഫ്ലോർ ക്ലീൻ ചെയ്യട്ടെ. ഇനി നമ്മൾ മുകളിലോട്ട് പോവാണ്. അപ്പോൾ താഴത്തെ ഈ ഫ്ലോർ ക്ലീൻ ചെയ്യുന്ന സമയത്തൊന്നും നമ്മൾ ഈ ഒരു സംഭവം കണ്ടോ, ഈ മുകളിൽ ഇരിക്കുന്ന ബ്ലൂ സാധനം, ഈ ബ്ലൂ സാധനം ഞാൻ താഴെ വെച്ചിരുന്നതായിരുന്നു. നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചോ? അപ്പോൾ ഇത് ഇടയ്ക്ക് ഇങ്ങനെ കയറി മോളിൽ പോകുന്നു. അപ്പോൾ എന്താണ് ഇതിന്റെ പിന്നിലുള്ള കളിയെന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ ഈ കുഞ്ഞു സാധനം ഇടയ്ക്ക് വന്നിട്ട് അതിനെ എടുത്ത് മുകളിലോട്ട് വെക്കുന്നുണ്ട്. പിന്നെയല്ലേ എനിക്ക് മനസ്സിലായത്. അപ്പോഴും എനിക്ക് മനസ്സിലായില്ല. എൻ്റെ ഈ വീഡിയോ ഞാനിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ദേണ്ട അവൻ വന്നിട്ട് എൻ്റെ പുറകെ വന്നിട്ട് അത് മുകളിലോട്ട് എടുത്ത് വെക്കുന്നു. എനിവേ അവന്റെ ഓരോ കലാപരിപാടികൾ. അപ്പം താഴെ നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയത്തൊന്നും നമ്മൾ കുച്ചുവിനെ കൂട്ടിയില്ല കേട്ടോ. കുച്ചുവിന്റെ ഒരു മേഖലയല്ല അത്. കുച്ചുവിന്റെ മേഖല എന്ന് പറയുന്നത് ഈ ബാത്റൂം ക്ലീൻ ചെയ്യുന്ന സമയത്താണ്. ഞാൻ ഇവിടെ ഇങ്ങനെ ബാത്റൂം, ഇവിടെ വാഷ് ബേസിനും ഈ മിററും ഒക്കെ ക്ലീൻ ചെയ്യുമ്പോൾ നമ്മുടെ കുച്ചുബി എന്ത് ചെയ്യുമായിരുന്നറിയോ? അവൻ അവിടെ ബാത്ത് ടബ് ക്ലീൻ ചെയ്യുമായിരുന്നു. കാരണം അവന് ഇഷ്ടപ്പെട്ട അവന്റെ ഒരു കുത്തകയാണത്. എന്നെ കൊണ്ട് അവനത് ചെയ്യാൻ സമ്മതിക്കത്തില്ല. കാരണം അവന് വെള്ളത്തിൽ കളിക്കണം. ബാത്ത് ടബ് കുറെ വെള്ളമൊക്കെ നിറച്ച് വെച്ചിട്ട് തേച്ചും കഴുകിയൊക്കെ പുള്ളി അതങ്ങ് ക്ലീൻ ചെയ്യും കേട്ടോ. എനിവേ അപ്പം നമ്മൾ രണ്ടും കൂടെ കമ്പൈൻഡ് ആയിട്ട് ബാത്റൂമും ക്ലീൻ ചെയ്തു. അപ്പൊ ക്ലീനിങ് എന്ന് പറയുമ്പം സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചില ദിവസങ്ങളിൽ എനിക്കത് ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ വരാറുണ്ട്. പക്ഷെ സ്റ്റാർട്ടിങ് ട്രബിൾ കഴിഞ്ഞിട്ട് അതങ്ങ് ചെയ്ത് തുടങ്ങി കഴിയുമ്പോഴല്ലോ എനിക്ക് ഭയങ്കര സ്പിരിറ്റാണ്. അപ്പം ഞാൻ ഇങ്ങനെ കണ്ടിന്യൂസ് അങ്ങ് ചെയ്യും. താഴെ ക്ലീൻ ചെയ്യും, മോളിൽ ക്ലീൻ ചെയ്യും, ബാത്റൂം ക്ലീൻ ചെയ്യും. അപ്പം ഇതെല്ലാം കഴിഞ്ഞിട്ട് ഓരോ റൂമും നമ്മൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് പുറത്തോട്ട് ഇറങ്ങി കഴിയുമ്പം ഈ ഒരു കസേര കാണും. ഈ ഒരു കസേരയാണ് എൻ്റെ വീട്ടിലെ സംഭവബഹുലമായ ആ ഒരു കസേര. നിങ്ങളുടെ എല്ലാവരുടെ വീട്ടിൽ ഇങ്ങനെ ഒരു കസേരയുണ്ടോ? ഒരിക്കലും മോചനമില്ലാത്ത വിധിയുടെ വിളയാട്ടമായിട്ടുള്ള ആ ഒരു കസേര. ബിബിന്റെ ഒരു മുണ്ട്, എൻ്റെ ഒരു പാന്റ്, കൊച്ചുവിന്റെ ഒരു ബനിയൻ, എൻ്റെ ഒരു ചുരിദാറ്, ഇങ്ങനെ മാറി മാറി ആ കസേരയുടെ മുകളിൽ എന്തെങ്കിലും കാണും. അതെന്താണ് അതിന്റെ പിന്നിലുള്ള ആ കസേര ഇങ്ങനെ വിടാതെ പിന്തുടരുന്ന ഒരു പ്രേതം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഓഹ് 1 2 ദിവസം കൂടുമ്പോൾ ഞാൻ അതിങ്ങനെ വന്ന് മടക്കി വെക്കും. അപ്പോൾ ഈ തുണികളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചിലപ്പം 5 മിനിറ്റ് ഇട്ടിട്ടുണ്ടായിരിക്കത്തുള്ളൂ, ചിലപ്പം ഒരു 10 മിനിറ്റ് ഇട്ടിട്ടുണ്ടായിരിക്കത്തുള്ളൂ. അപ്പോൾ നമുക്കിനി കൺഫ്യൂഷൻ ആവും. ഇത് അലക്കണോ അലക്കാണ്ടിരിക്കണോ? അങ്ങനെ വരുമ്പോൾ നമ്മൾ അതിനെ അവിടെ എടുത്ത് ആ കസേര ഇങ്ങനെ തൂക്കിയിടും. ഇനിയിപ്പോൾ നമുക്ക് ഇവിടുത്തെ ഈ ജനലും കൂടെ വൈപ്പ് ചെയ്യാം. അപ്പം ഞാനിങ്ങനെ ജനൽ വൈപ്പ് ചെയ്യുന്ന സമയത്ത് കുച്ചു വീടിനകത്തിരുന്ന് ശ്വാസം മുട്ടിയിട്ട് കുച്ചു പുറത്തിറങ്ങി. അപ്പോൾ അപ്പുറത്തെ വീട്ടിൽ അവന്റെ ഫ്രണ്ട് അപ്പുറത്ത് നിന്ന് കളിക്കുന്നുണ്ട്. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈയും കാലും കാണിച്ച് കളിക്കുന്നുണ്ട്. അപ്പോൾ അവൻ ഇടയ്ക്ക് എന്നെയും കൈ പൊക്കി കാണിക്കുന്നുണ്ട്. യാ, അപ്പൊ ഇന്ന് ഈ മുറിയും കൂടെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഇന്നത്തെ ക്ലീനിങ് കലാപരിപാടി ഞാൻ ഇവിടെ അവസാനിപ്പിക്കും. അപ്പം ഇന്നത്തെ എൻ്റെ ഉച്ചഭക്ഷണം എന്തൊക്കെയാന്ന് വെച്ചാൽ, ഉച്ചഭക്ഷണമൊക്കെ റെഡിയാണ് കേട്ടോ. എന്ന് വെച്ചാൽ എനിക്കൊരു പച്ചക്കറിയും കൂടെ ഉണ്ടാക്കണം, ഒരു കോവയ്ക്കും മെഴുക്കുവരട്ടിയും കൂടെ ഉണ്ടാക്കണം. ചോറും മീൻകറിയും ഒക്കെ പിന്നെ മോര് കാച്ചിയൊക്കെ ഉണ്ട്. അപ്പോൾ വേറെ അധികം കാര്യമായിട്ടുള്ള കുക്കിംഗ് ഒന്നും നമുക്ക് ഇന്ന് ആവശ്യമില്ല. അപ്പോൾ അത് കാരണം ഞാനിങ്ങനെ വളരെ ഫ്രീ ആൻഡ് റിലാക്സ്ഡ് ആയിട്ട് ഇങ്ങനെ ക്ലീനിങ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. അപ്പോൾ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ സോഷ്യൽ മീഡിയ ഒരു വേൾഡിൽ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടുള്ള വീടുകളും 5 സ്റ്റാർ ഹോട്ടലിനെ വെല്ലുന്ന രീതിയിലുള്ള മുറികളും ഒക്കെ നിങ്ങൾ കാണും. നിങ്ങളാരും അത് കണ്ട് ഞെട്ടണ്ട. ചിലപ്പോൾ അതൊക്കെ എല്ലാവരും വീഡിയോയ്ക്ക് വേണ്ടി ചെയ്യുന്നതായിരിക്കും. എല്ലാവരുടെ വീടുകളൊന്നും അങ്ങനെ ആയിരിക്കത്തില്ല, മനസ്സിലായില്ലേ? എല്ലാവരുടെ വീടുകളും അങ്ങനെ ആയിരിക്കുന്ന ദിവസങ്ങളും ഉണ്ടായിരിക്കാം, അല്ലാതായിരിക്കുന്ന ദിവസങ്ങളും ഉണ്ടായിരിക്കാം. നിങ്ങളുടെയൊക്കെ ജീവിതങ്ങൾ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ബാക്കി എല്ലാവരുടെയും ജീവിതം. അയ്യോ അവരങ്ങനെ ആണല്ലോ, അവരുടെ വീട് ഇങ്ങനെ ആണല്ലോ, എൻ്റെ ലൈഫ് ഇങ്ങനെ ആണല്ലോ, ഞാൻ ഇതൊന്നും ചെയ്യുന്നില്ലല്ലോ എന്നോർത്ത് ആരും ഒരിക്കലും സങ്കടപ്പെടരുത്. എല്ലാവർക്കും അവരവരുടെ ലൈഫിൽ
അപ്സ് ആൻഡ് ഡൗൺസ് എപ്പോഴും ഉണ്ട്. പിന്നെ നിങ്ങൾ ലൈഫിൽ സക്സസ്ഫുൾ ആയിട്ടിരിക്കുന്ന ആൾക്കാരെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം? എന്താണ് ലൈഫിൽ സക്സസ്ഫുൾ ആയിട്ടിരിക്കുക എന്ന് പറയുന്നത്? ഫിനാൻഷ്യലി സക്സസ്ഫുൾ ആകുമ്പോഴാണോ, കരിയർ വൈസ് സക്സസ്ഫുൾ ആകുമ്പോഴാണോ, അല്ലെങ്കിൽ നമുക്ക് സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫാമിലി ലൈഫ് ഉള്ളപ്പോഴാണോ? ഇതെല്ലാം ഉണ്ടെങ്കിലും നമുക്കൊരു ഡിസിപ്ലിൻഡ് ആയിട്ടൊരു ലൈഫ് ഇല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് നമ്മൾ ലൈഫിൽ അത്രയ്ക്ക് സക്സസ്ഫുൾ ആയിരിക്കത്തില്ല. അപ്പം ലൈഫിൽ നമുക്കൊരു ഡിസിപ്ലിൻ വേണം കേട്ടോ. ബേസിക് ഒരു ഡിസിപ്ലിൻ വേണം. അപ്പൊ ഈ ബേസിക് ഡിസിപ്ലിൻ, ഞാൻ പരാജയപ്പെടുന്ന ഈ ബേസിക് ഡിസിപ്ലിൻ ഞാൻ പറഞ്ഞല്ലോ, രാവിലെ എഴുന്നേക്കാൻ പറ്റാത്തതാണ്. അപ്പൊ രാവിലെ എഴുന്നേക്കാൻ എനിക്ക് പറ്റാത്തത് കൊണ്ട് തന്നെ ഒരു ബേസിക് ഡിസിപ്ലിൻ ബാക്കി എല്ലാ കാര്യത്തിലും എനിക്ക് ഉണ്ടെന്ന് പറഞ്ഞാലും ഞാൻ ഒരിക്കലും എന്നെ ആ ഒരു കംപ്ലീറ്റ്ലി ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരാളായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഇവൻ വന്നിട്ട് ഈ പെയിന്റ് എല്ലാം കൂടെ വാരിക്കോരിയിട്ട്, അപ്പൊ അവനെ ഞാൻ അവിടെ നിന്ന് ചാടിച്ചു. അവനോട് പറഞ്ഞു, താഴെ പോവൂ, നീ പുറത്തിരുന്ന് പെയിന്റ് അടിച്ചാൽ മതി എന്ന് പറഞ്ഞ് അവനെ ഓടിച്ചു. യാ, അപ്പൊ നമ്മൾ ഇനിയിപ്പം എൻ്റെ ഈ കബോർഡും കൂടെ നമ്മൾ അടുക്കി പറക്കി വെക്കുമ്പോഴല്ലോ ഞാൻ വളരെ വികാരഭരിതമായി ഒരു കാര്യം കണ്ടു. ആ വികാരഭരിതമായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ പഴയ കൊളീഗ്സ് എൻ്റെ ഫെയർവെല്ലിന് എനിക്ക് തന്ന കാർഡ്, ആ കാർഡ് വായിച്ച് ഞാൻ കുറച്ചു നേരം ഇങ്ങനെ അവരെഴുതിയ കാര്യങ്ങളെല്ലാം വായിച്ച് ആലോചിച്ച് ഞാനിങ്ങനെ ഇരുന്നു. യാ, പിന്നെ ഞാൻ കുറച്ചു നേരം ആ ഒരു ലോകത്തായിപ്പോയി. എന്നിട്ട് ഞാൻ ഒന്നും ചെയ്യില്ല, ആ കാർഡ് എടുത്ത് മടക്കി നമ്മൾ ഭദ്രമാക്കി ഒത്തിരി ഓർമ്മകളൊക്കെ അയവിറക്കി അതിലോട്ടങ്ങ് വെച്ചു. എന്നിട്ട് ഇനിയിപ്പോൾ ഇതെൻ്റെ മാലയൊക്കെ തൂക്കിയിടുന്ന സ്റ്റാൻഡ്. ഇത് ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ച ഒരു സംഭവ ബഹുലമായ ഒരു സ്റ്റാൻഡാണ്. ഈ സംഭവം എന്നൊക്കെ പറയുന്നത് എന്തോ ഭയങ്കര പ്രശ്നമാണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ എൻ്റെ ഏതോ ഒരു വീഡിയോയിൽ ഇത് അങ്ങനത്തെ സംഭവമാണ്, ഇങ്ങനത്തെ സംഭവമാണെന്നൊക്കെ പറഞ്ഞാൽ എല്ലായിടത്തും സംഭവം എന്ന് പറഞ്ഞ് ആരോ ഭയങ്കര പ്രശ്നമാക്കിയ ഒരു കമന്റ് ഞാൻ കണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഇനിയും പറയും സംഭവം എന്നുള്ളത്. സംഭവം ഇത്ര വലിയ സംഭവമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിവേ, അപ്പൊ ഞാൻ പറഞ്ഞു വന്ന ആ സ്റ്റാൻഡ്, ആ ആമസോണിന്റെ ആ സ്റ്റാൻഡിൽ നമുക്ക് ഇങ്ങനെ മാല തൂക്കി ഇങ്ങനെ ഇടാം. ഒരു എന്താ പറയുന്ന ഒരു ഡെക്കറേഷൻ പോലെ. പക്ഷെ അതിൽ നിന്ന് ഒരു മാല എടുത്തിടാനും ആ ഇട്ട മാല തിരിച്ചിടാനും ഇരട്ടി പണിയാണ്. അത് കാരണം ഈ നാളെ ഈ സ്റ്റാൻഡ് ഈ വീട്ടിൽ നിന്ന് എടുത്ത് കളയുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. എന്നിട്ട് ഞാൻ കണ്ടുപിടിച്ച പുതിയൊരു കണ്ടുപിടുത്തമുണ്ട്. ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു മാല സ്റ്റാൻഡ്. അത് ഞാൻ നാളെ നിങ്ങളുടെ മുന്നിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ അതാകുമ്പം ഈ ഇടാനും എടുക്കാനും ഉള്ള ഒരു പ്രശ്നമില്ല. സത്യത്തിൽ ഇതിങ്ങനെ കിടക്കുന്ന കാണാനൊക്കെ രസമുണ്ട്. പക്ഷെ ഇതിൽ നിന്ന് ഒരു മാല അങ്ങ് ഊരി എടുക്കാനായിട്ട് ഞാൻ പെടുന്ന പാട്. ഇതിങ്ങനെ തൂക്കിയിട്ടിട്ട് കാര്യമില്ലല്ലോ, എൻ്റെ കഴുത്തിലോട്ട് തൂക്കണ്ടേ, എങ്കിലല്ലേ ഒരു മാലയുടെ അർത്ഥം പൂർണ്ണമായിട്ട് മാലയായി മാറുന്നുള്ളൂ. മാല ആമസോണിന്റെ സ്റ്റാൻഡിൽ കിടന്നിട്ട് വല്ല കാര്യമുണ്ടോ? എൻ്റെ കഴുത്തിൽ കിടക്കണ്ടേ? അപ്പൊ നാളെ നമ്മൾ ആ ഒരു സ്റ്റാൻഡ് നമ്മുടെ വീഡിയോയിലൂടെ നമ്മൾ ഉൾക്കടിക്കുന്നതായിരിക്കും ഗൈസ്. അപ്പൊ ഇത്രേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ ഈ വോയിസ് ഓവറും, ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയും, ഇന്നത്തെ എൻ്റെ ക്ലീനിങ്. അപ്പൊ ഞാൻ വീണ്ടും നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്, സോഷ്യൽ മീഡിയയിൽ ഒരു 5 സ്റ്റാർ ഹോട്ടൽ പോലത്തെ വീടോ മുറികളോ അടുക്കളയോ ഒക്കെ കണ്ട് നിങ്ങൾ ഞെട്ടണ്ട. എല്ലാവരുടെ വീടൊന്നും അങ്ങനെ ആയിരിക്കത്തില്ല. അല്ലാത്ത രീതിയിൽ ഉണ്ടാകുന്ന ദിവസങ്ങളും എല്ലാവരുടെയും ലൈഫിലുണ്ട്. നിങ്ങളുടെയൊക്കെ ലൈഫ് എങ്ങനെയാണോ അതുപോലൊക്കെ തന്നെയാണ് ഈ ലോകത്തെ എല്ലാവരുടെയും ലൈഫ്. അതല്ലാണ്ട് അവരുടെ ലൈഫ് ഇങ്ങനെ, എൻ്റെ ലൈഫ് ഇങ്ങനെ, അവരത് ചെയ്യുന്നു ഞാനിത് ചെയ്യുന്നില്ല, എനിക്കത് ചെയ്യാൻ പറ്റുന്നില്ല എന്നോർത്ത് ആരും ഒരിക്കലും സങ്കടപ്പെടേണ്ട. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പം നമ്മൾ ഇനി കൈയും കൂടെ കഴുകിയിട്ട് നമുക്ക് നേരെ താഴോട്ട് പോവാം. അപ്പം ഈ കൈ കഴുകിക്കൊണ്ടിരിക്കുന്ന സമയം മൊത്തം ഞാൻ എന്താണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് അറിയാവോ? അറിയാമെങ്കിൽ പറയൂ. ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ടതിൽ വെച്ചിട്ട് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നത് ഇതുവരെ മനസ്സിലായില്ല? കഷ്ടം. അപ്പൊ നിങ്ങൾ എൻ്റെ വീഡിയോ ഒട്ടും ശ്രദ്ധിക്കുന്നില്ലെന്നാണ് അതിൻ്റെ അർത്ഥം. ഞാൻ നേരെ പോയിട്ട് ആ കാപ്പി ഗ്ലാസ് അങ്ങ് എടുക്കുന്നു, വീണ്ടും ഞാൻ കാപ്പി കുടിക്കുന്നു. അപ്പൊ അതിന്റെ അവസാനത്തെ ഈ കാപ്പി കുടി, അതിനും മാത്രം ഈ കാപ്പി ഇങ്ങനെ തീരാണ്ട് ആ ഒരു പാത്രത്തിലുണ്ടോന്ന് ചോദിച്ചാൽ ഉണ്ട് ഗൈസ്. രാവിലെ എൻ്റെ ബിബിൻ ഇങ്ങനെ ഒരു കലം നിറച്ച് കാപ്പിയോടെ ഉണ്ടാക്കി വെച്ചേക്കും, ഞാനത് കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് അതിങ്ങനെ കുടിച്ചുകൊണ്ടേയിരിക്കും. അതാണ് എൻ്റെ ഒരു ഊർജ്ജസ്വലതമായ ഒരു ദിവസത്തിന്റെ ഒരു മെയിൻ, എന്താ പറയുന്നത്, മെയിൻ എനർജി. എന്താ പറയുന്നത് എനിക്ക് ഓർമ്മയില്ല. അപ്പം അത്രേ ഉള്ളൂ. അപ്പം നമ്മളിങ്ങനെ അവസാനത്തെ ഈ ഒരു ക്ലിപ്പിലോട്ട് നമ്മുടെ കുച്ചുപ്പിയെ വിളിക്കുവാണ്. കുച്ചുപ്പി വരാനായിട്ട് അവന് കുറച്ച് മോട്ടിവേഷൻ വേണമെന്ന് പറയുന്നു. കുച്ചുവിനോട് ഞാൻ പറയുന്നു, വരൂ നമുക്കൊരു ബൈ പറയാം. അങ്ങനെ കുച്ചുവിന്റെ ഒരു ബൈയോടുകൂടി ഇന്നത്തെ ഈ വ്ലോഗ് എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ അവസാനിപ്പിക്കുന്നതായിട്ട്. കുച്ചു ബൈ പറയാൻ വന്നില്ലായിരുന്നോ? വന്നായിരുന്നല്ലോ, ബൈ പറഞ്ഞിട്ട് പോയതാണ്. ഓക്കെ, എനിവേ, ഇല്ല വരുന്നുണ്ട്. അപ്പൊ ഇന്നത്തെ ഈ വീഡിയോ കുച്ചുവിന്റെ ഈ ഒരു ബൈയോടുകൂടി ഇവിടെ അവസാനിപ്പിക്കുന്നതായിട്ട് ഞാൻ പ്രഖ്യാപിക്കുന്നു.
അപ്പോൾ നിങ്ങൾ എല്ലാവരും ഹാപ്പി ആൻഡ് മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കൂ. ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ വഴി നിങ്ങൾ ആരും ഡീമോട്ടിവേറ്റഡ് ആകരുത്. ഐ വാണ്ട് യു ഓൾ ടു ബി മോട്ടിവേറ്റഡ്. ലൈക്ക് എവരിബഡീസ് ലൈഫിൽ, എല്ലാവരുടെ ജീവിതത്തിൽ ദർ ആർ അപ്സ് ആൻഡ് ഡൗൺസ്. എങ്കിലും നമ്മുടെ ഡൗൺസിനെ കുറേയൊക്കെ നമ്മൾ ശ്രമിച്ചാൽ അപ്സ് ആക്കാൻ പറ്റും. അതിനുവേണ്ടി എല്ലാം ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ.